ഈ 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൻ്റെ പിറകിൽ ഇറാനാണെന്ന് പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പല വാർത്താ മാധ്യമങ്ങളും അതേക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ വളരെ സുപ്രധാനമായ ഒരു രേഖ ഗാസയിൽ നിന്നും ഇസ്രായേൽ കണ്ടെടുത്തിരിക്കുകയാണ്. ഗാസയിലെ ഖാൻ യൂനിസിൽ നിന്നാണ് ഈ രേഖകൾ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒക്ടോബർ 7 ആക്രമണത്തിന് ഇറാൻ്റെ വ്യക്തമായ പങ്ക് വെളിവാക്കുന്ന രേഖകളാണ് ഇസ്രായേൽ സൈന്യം IDF കണ്ടെത്തിയിരിക്കുന്നത്. ഇറാനിൽ നിന്നും ഹമാസിന് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇസ്രായേലിനെതിരെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഹമാസിന് $154 മില്യൺ സഹായം ഇറാൻ ഹമാസിന് നൽകിയതായിട്ടുള്ള രേഖകളാണ് 2024 ഫെബ്രുവരി മാസം ഖാൻ യൂനിസിൽ നിന്ന്, അതായത് സെൻട്രൽ ഗാസയിലെ ഖാൻ യൂനിസിൽ നടന്ന റെയ്ഡിൽ ഒരു തുരങ്കത്തിൽ നിന്നും, ഹമാസിൻ്റെ കേന്ദ്രമായ ഒരു തുരങ്കത്തിൽ നടന്ന റെയ്ഡിൽ നിന്നാണ് ഈ ഒരു രേഖ ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയത്. ഈ തുരങ്കം ആരുടെയാണെന്ന് അറിയണ്ടേ? ഈ തുരങ്കമാണ് പ്രശസ്തനായ ഹമാസിൻ്റെ വലിയ ഒരു തുരപ്പനായിട്ടുള്ള, ഹമാസിൻ്റെ വലിയ നേതാവുണ്ടായിരുന്നല്ലോ, ഇസ്രായേൽ കൊലപ്പെടുത്തിയ യഹിയ സിൻവറിൻ്റെ തുരങ്കത്തിൽ നടത്തിയ പരിശോധനയിലാണ്, അദ്ദേഹം താമസിച്ചിരുന്ന തുരങ്കത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഈ സുപ്രധാന രേഖ കണ്ടെത്തിയിരിക്കുന്നത്. $154 മില്യൺ ഇസ്രായേലിനെതിരെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഹമാസിന് ഇറാൻ കൈമാറിയത്. അപ്പോൾ ഒക്ടോബർ 7 ആക്രമണത്തിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ ആ സമയങ്ങളിൽ ഹമാസ് ഇറാനോട് $500 മില്യൺ ആവശ്യപ്പെട്ടതായുള്ള രേഖകളും ഇപ്പോൾ ഇതോടൊപ്പം തന്നെ ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായിട്ട്, കൂടുതൽ നടത്തുന്നതിനായിട്ട്, ആയുധങ്ങളും മറ്റ് സാങ്കേതിക സഹായങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒപ്പിച്ചെടുക്കുന്നതിനായിട്ടൊക്കെ $500 മില്യൺ ഹമാസ് ഇറാനോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ രേഖകളും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കണ്ടെത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇസാദി എന്ന് പറയുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന ഇറാൻ സൈന്യത്തിൻ്റെ മേധാവി, ഹമാസിൻ്റെ യഹിയ സിൻവറിൻ്റെയും അതോടൊപ്പം തന്നെ മുഹമ്മദ് സെയ്ഫ് എന്ന് പറയുന്ന ഹമാസിൻ്റെ ഈ രണ്ട് നേതാക്കന്മാർ നടത്തിയ ഈ ഒരു അഭ്യർത്ഥന, ഈ $500 മില്യൺ കിട്ടണം, അല്ലെങ്കിൽ ഈ $500 മില്യൺ വേണമെന്നുള്ള ഈ ഒരു അഭ്യർത്ഥന അംഗീകരിച്ചതായിട്ടുള്ള രേഖകളും IDF കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ രേഖകളിൽ പ്രത്യേകം എഴുതിയിരിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത്, ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി $500 മില്യൺ കൈമാറണമെന്നാണ് ഹമാസ് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന ഇറാൻ്റെ സൈനിക മേധാവിയോട് ഹമാസ് നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിനെ വകവരുത്താൻ, ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി $500 മില്യൺ കൈമാറണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് അംഗീകരിച്ചിരുന്നു, പക്ഷേ ഇത് കിട്ടിയോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ $154 മില്യൺ കൈമാറിയതായിട്ടുള്ള രേഖകൾ IDF കണ്ടെത്തി. അതോടൊപ്പം തന്നെ ഈ $500 മില്യൺ ആവശ്യപ്പെട്ടതായിട്ടുള്ള രേഖകളും കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ പലപ്പോഴായിട്ടുള്ള പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിനെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പുറകിൽ നിന്ന് സഹായിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും ഹൂത്തികൾ നടത്തുന്ന ആക്രമണത്തിന് പുറകിൽ നിന്ന് സഹായിക്കുന്നത്, മിഡിൽ ഈസ്റ്റിലെ തീവ്രവാദത്തിൻ്റെ സ്ഥിരാകേന്ദ്രം എന്ന് പറയുന്നത്, എല്ലാത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഏതൊരു ശക്തി എന്ന് പറയുന്നത് അത് ഇറാനാണെന്ന് പല പ്രാവശ്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പല പ്രാവശ്യം പലകുറി പറയുന്നുണ്ട്, ഇറാനാണ് മിഡിൽ ഈസ്റ്റിൽ, പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് തടസ്സം നിൽക്കുന്ന രാജ്യമെന്ന് പറയുന്നത് ഇറാനാണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയിരിക്കുന്ന ഈ രേഖകൾ പറയുന്നത്. ഇസ്രായേലിനെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി, മിഡിൽ ഈസ്റ്റിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി, അസമാധാനം നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടി, ഗാസയിലെ ജനങ്ങളുടെ സമാധാനം തകർക്കാൻ വേണ്ടി പുറകിൽ നിന്ന് കളിക്കുന്നത് ഇറാനാണെന്ന വലിയ കണ്ടെത്തലാണ് ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് യഹിയ സിൻവറിൻ്റെ തുരങ്കത്തിൽ നിന്നാണ്, അയാൾ ഒളിച്ചിരുന്ന തുരങ്കത്തിൽ നിന്നാണ്, ഖാൻ യൂനിസിലെ തുരങ്കത്തിൽ നിന്നാണ് ഇസ്രായേൽ സൈന്യം കണ്ടെത്തി എന്നുള്ളത് ഇതിൻ്റെ സ്ഥിരത, അല്ലെങ്കിൽ ഈ ഒരു വാർത്ത സ്ഥിരീകരിക്കാൻ നമ്മളെ കൂടുതൽ പ്രേരിപ്പിക്കുകയാണ്. ഈ ഒരു വാർത്തയാണ് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് 6-ാം തീയതി 7-ാം തീയതി ആയിട്ട് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം
ഇപ്പോൾ ഹമാസ് ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ വെടിനിർത്തൽ കാലത്ത് ഹമാസ് ആയുധ ബലത്തിലും അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടൊക്കെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ് ലോകം കണ്ടത്. എന്തായാലും ഇപ്പോൾ അവരത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. വീണ്ടും ഇസ്രായേലിനെതിരെ തുരുതുരാന്നുള്ള റോക്കറ്റ് വിക്ഷേപണം ആക്രമണം ആരംഭിച്ചിരിക്കും. റോക്കറ്റ് വിക്ഷേപണം എന്ന് വെച്ചാൽ നാസ വിടുന്ന പോലെ ബഹിരാകാശത്തേക്ക് വിടുന്ന റോക്കറ്റല്ല, ഇത് ഇസ്രായേലിലേക്ക് വിടുന്ന മിസൈലുകൾ, ഷെല്ലുകൾ, ഇങ്ങനെയുള്ള ആക്രമണം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തമാക്കിയിരിക്കുകയാണ് ഹമാസ്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് 6-ാം തീയതി 7-ാം തീയതി ആയിട്ടൊക്കെ ഈ തെക്കൻ ഇസ്രായേൽ പട്ടണമായ അഷ്കലോണിലേക്കും അഷ്ദൂദിലോട്ടൊക്കെ ഹമാസ് നിരന്തരം മിസൈൽ ആക്രമണം നടത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 6-ാം തീയതിയിലും 7-ാം തീയതിയിലും 10ഓളം മിസൈലുകളാണ് അഷ്ദൂദിലേക്കും അഷ്കലോണിലേക്കും അയച്ചത്. താഴെ വീഴുകയുണ്ടായി, കാറുകളൊക്കെ കത്തിനശിച്ചു. 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇതിൽ നിന്ന് പരിക്കേറ്റിരിക്കുന്നത്. വേറെ ആളപായങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഹമാസ് ശക്തി പ്രാപിക്കുകയാണ്. അതിനിടയ്ക്ക് തന്നെ ഹമാസിൻ്റെ പ്രതിരോധത്തെ ഒരു ജിഹാദി താഹ എന്ന് പറയുന്ന ഒരു ഹമാസ് ഭീകരൻ ഇപ്പോൾ വന്ന് ഇസ്രായേലിനെതിരെ ഞങ്ങൾ ആക്രമണം ഉണ്ടാക്കും, ഇനിയും ഹമാസ് ഇസ്രായേലിൻ്റെ ശല്യമായി തുടരും, ഇസ്രായേലിനെ പേടിപ്പെടുത്താൻ, ഇസ്രായേലിനെ ഭയപ്പെടുത്താൻ തക്ക കഴിവ് ഇനിയും ഹമാസിന് ഉണ്ട് എന്നൊരു ജിഹാദി താഹ വന്നിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾ വീണ്ടും 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 വഷളായി വരികയാണ്. ഇറാനെതിരെയുള്ള സൈനിക നടപടി ഇസ്രായേലും അമേരിക്കയും ശക്തമാക്കിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. കാരണം ഇറാൻ്റെ കളികൾ അത്രത്തോളമാണ്. മിഡിൽ ഈസ്റ്റിൽ അസമാധാനം ഉണ്ടാക്കാൻ വേണ്ടി, മിഡിൽ ഈസ്റ്റിൽ അശാന്തി പടർത്താൻ വേണ്ടി ഇറാനാണ് പുറകിൽ നിന്ന് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അത് തള്ളിക്കളയാനായിട്ട് സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അമേരിക്കയ്ക്കെതിരെ ഇസ്രായേലിനെതിരെ എങ്ങനെ യുദ്ധം പ്ലാൻ ചെയ്യണം എന്ന പ്ലാനിങ് നടത്തിയിരുന്ന ഹൂത്തികളുടെ മേലെ തന്നെ അമേരിക്ക ബോംബിട്ടു തകർത്ത് കുറേ പേരെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും മിഡിൽ ഈസ്റ്റിലെ തീവ്രവാദികളുടെ തലയ്ക്ക് മുകളിൽ അമേരിക്കയും ഇസ്രായേലും ഉണ്ട്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ചാരക്കണ്ണുകളുണ്ട് എന്നത് ഒഴിവാക്കാനാകാത്ത ഒരു വാസ്തവം കൂടിയാണ്. എന്തായാലും ഈ വീഡിയോ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.